ചർച്ച ചെയ്യുന്നത് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, നമ്മുടെ ഖുലാസയാണ്. ഓക്കെ, അതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് വുളുവിന്റെ നിയ്യത്തിനെ കുറിച്ചാണ്. നിയ്യത്താണ് ഒന്നാമത്തെ ഫർള് വുളുവില്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്, അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പഠിച്ചു. നിർബന്ധമായ വുളുവിനെ കരുതുന്നു, നിർബന്ധമായ വുളുവിനെ വീട്ടാൻ കരുതുന്നു, നിർബന്ധമായ അങ്ങനെ കുറെ നിയ്യത്തുകൾ നമ്മൾ പഠിച്ചു. 6ഓളം നിയ്യത്തുകൾ പഠിച്ചു, 8ഓളം നിയ്യത്തുകൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, വുളുവിൽ നിർബന്ധമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മുഖം കഴുകലാണ്. മുഖം കഴുകൽ. വസ്സാനി ഗസ്ലുൽ വജ്ഹി, രണ്ടാമത്തെ നിർബന്ധമായ കാര്യം എന്നത് മുഖം കഴുകലാണ്. എന്താണ് മുഖം കഴുകുക എന്ന് പറഞ്ഞാല്? അപ്പൊ ആദ്യം മുഖം എന്താണെന്ന് മനസ്സിലാവണം. അൽ വജ്ഹു തൂലൻ മാ ബൈന മനാബിതി ശഅരി റഅസി വ മുൻതഹൽ ലിഹിയൈനി. മുഖം എന്ന് പറഞ്ഞാൽ നീളത്തിൽ മാ ബൈന മനാബിതി ശഅരി റഅസി, മുടി മുളക്കുന്ന സ്ഥലം, അതെവിടെ? ഇവിടുന്ന് മുതൽ മുൻതഹൽ ലിഹിയൈനി, ഈ താടിയെല്ലിന്റെ അറ്റം വരെയാണ്. ഈ സ്ഥലത്തിനാണ് നീളത്തിൽ മുഖം എന്ന് പറയുന്നത്. വ അർലൻ, വീതിയിലോ മാ ബൈന ഉദുനൈഹി, രണ്ട് ചെവിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ്, ചെവി എന്ന് പറയുമ്പോൾ ചെവിക്കുറ്റി ഉൾപ്പെടെയുള്ള ആ സ്ഥലത്ത്, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് മുഖം എന്ന് പറയുന്നത്. നീളവും വീതിയും പറഞ്ഞു. വയജിബു ഗസ്ലു ശഅരിഹി ളാഹിറൻ വ ബാത്തിനൻ ഇല്ലാ കസീഫൽ ലിഹിയതി വൽ ആരിളി. ഈ രണ്ടിന്റെയും മുഖത്ത് നിലനിൽക്കുന്ന മുടി അത് ലാഹിറും ബാത്തിനും കഴുകണം. ഇല്ലാ കസീഫൽ ലിഹിയതി വൽ ആരിളി. പിന്നെ ഏതൊഴികെ കസീഫായി കെട്ടിക്കിടക്കുന്ന, അതായത് നല്ല കട്ടിയിലുള്ള താടിയാണെങ്കിൽ അതിന്റെ ഉള്ളു പൂർണ്ണമായും കഴുകൽ നിർബന്ധമില്ല. അതെങ്ങനെ മനസ്സിലാകും? ഫലാ യജിബു ഗസ്ലു ബാത്തിനിഹിമ, ആ കസീഫായ ലിഹിയത്തിന്റെ ഉള്ളു കഴുകണമെന്നില്ല. കസീഫ് എങ്ങനെ മനസ്സിലാക്കും? മാലം തുറ വൽ കസീഫു മാലം തുറൽ ബശറത്തു മിൻ ഖിലാലിഹി ഫി മജ്ലിസി തഹാതുബി. മുന്നിൽ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മുന്നിൽ ഇരിക്കുന്ന ആള് ആ താടിയുടെ ഉള്ളിലൂടെ അതിന്റെ ഓപ്പോസിറ്റ് ഉൾഭാഗം കാണൂല. ആ രൂപത്തിൽ കട്ടിയുള്ള താടിയാണെങ്കിൽ അതിനെപ്പറ്റി കസീഫായ ലിഹിയത്ത് എന്ന് പറയാൻ പറ്റും. ഉർഫൻ, അത് കട്ടിയുള്ള താടി എന്നുള്ളത് പിന്നെ അത് ഓരോ നാട്ടിലുള്ള ഉർഫ് നോക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു കട്ടിയുള്ള താടിയാണ് എല്ലാവരും പറയുന്ന ഒരു കോലത്തിലാണ്, പുറത്തു നോക്കിയ ഉൾഭാഗം കാണൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ പറ്റിയിട്ട് കസീഫായ താടി എന്ന് പറയും. അപ്പൊ അതിന്റെ ഉൾഭാഗം മുഴുവനായിട്ടും ഓരോ പോയിന്റ് വെള്ളം എത്തിച്ചോളണം എന്നില്ല എന്നർത്ഥം. വമിനൽ വജ്ഹി, മുഖത്തിൽ പെട്ടതാണ് മുൻതഹൽ ലിഹിയൈനി, ഈ രണ്ട് താടിയെല്ലുകൾ ഉണ്ടല്ലോ, ഒന്ന് തൊട്ടോക്കി, താടിയെല്ല്. ഈ താടിയെല്ലിന്റെ അറ്റം അത് മുഖത്ത് പെട്ടതാ. ഹുംറത്തു ഷഫത്ത് എന്ന് വെച്ചാൽ അതിന്റെ അപ്പൊ കുറച്ചും കൂടി കയറ്റിയിട്ട് കഴുകണം എന്നർത്ഥം. അത് ഒരേ ജസ്റ്റ് ഒപ്പിച്ചിട്ട് കാര്യമില്ല. ഹുംറത്തു ഷഫത്തൈനി, ഈ ചുണ്ടിന്റെ ഈ ചുവന്ന ഭാഗം അതും മുഖത്തിൽ പെട്ടതാണ്, അവിടെയും കഴുകിയിരിക്കണം. മുഖം ഇങ്ങനെ പിടിച്ചിട്ട് കഴുകിയിട്ട് കാര്യമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം കഴുകിയിട്ടില്ലെങ്കിൽ പറ്റൂല, കാരണം ഇതും മുഖത്തിന്റെ ഭാഗമാണ്. സാധാരണ ഒരാളിങ്ങനെ ചുണ്ട് കൂട്ടി വെച്ചാൽ കാണുന്ന ചുവന്ന ഭാഗം അത് മുഖത്തിൽ പെട്ടതാണ്. മൗളിഉൽ ഗമമി, മൗളിഉൽ ഗമമും മുഖത്തിൽ പെട്ടതാണ്. മൗളിഉൽ ഗമം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഈ ഒരു ഭാഗം, ഈ കയനെറ്റിനോട് ഇങ്ങോട്ട് കയറിയ ഈ ഭാഗമല്ല, ഈ ഒരു ഭാഗം, ഇതിനെ പറ്റിയിട്ടാണ് മൗളിഉൽ ഗമം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് മൗളിഉൽ ഗമം. ഈ റൈറ്റ് സൈഡിൽ വരുന്നത്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഈ ഒരു ഭാഗത്തിനാണ് മൗളിഉൽ ഗമം എന്ന് പറയുന്നത്. ദൂന മഹല്ലി തെഹദീഫ്, തെഹദീഫിന്റെ മഹല്ലയിൽ വരൂല. മഹല്ലു തെഹദീഫ് എന്ന് പറഞ്ഞാല് വടിച്ചു കളയുന്ന, ചിലർ വടിച്ചു കളയുന്ന ഭാഗം എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ഈ ഭാഗം, ഈ ഒരു ഞാൻ ഇപ്പൊ കൈവച്ച ഭാഗം ഉണ്ടല്ലോ, ഇത് മുടി മുളക്കുന്ന തലയുടെ ഭാഗമാണ്, അത് പെടൂല. ഇവിടെ ആണെങ്കിലും ഈ ഭാഗത്ത് മുടി മുളക്കുന്ന ഭാഗമുണ്ട്, മുടിയുള്ള ഭാഗം, അത് മൗളിഉൽ തെഹദീഫ് എന്ന് പറയും, അത് മുഖത്ത് പെടൂല. അതേസമയത്ത് മൗളിഉൽ ഗമം, ഈ കാണുന്ന ഈ മുഖത്തിന്റെ ഈ മുടി വിട്ടിട്ടുള്ള ഈ ഭാഗങ്ങളെല്ലാം പിന്നെ മുഖത്ത് പെട്ടതാണ്. ഫലാ യജിബു, ഇനി എന്താ വരുന്നത്? അതുപോലെ ഏതൊക്കെ മുഖത്തിൽ പെടൂല?
മൗലിഉ തഹദീഫ് പെടൂല. മഹല്ലു തഹദീഫ് നമ്മളിപ്പോ പറഞ്ഞ ഈ ഭാഗം, ഈ മുടി മുളച്ചിട്ടുള്ള ഈ ഭാഗം. വത്തിദിൽ ഉദിനി ചെവിക്കുറ്റിയും എന്ത് ചെയ്യൂല, ഇതിൽ പെടൂല, മുഖത്തിന്റെ ഭാഗമായിട്ട് പെടൂല. എന്താ വെച്ചാൽ അതിന്റെ ആ അവിടം വരെ കഴുകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ചെവിക്കുറ്റിന്റെ അടുത്ത് വരെ തട്ടിച്ചിട്ട് തന്നെ കഴുകണം, എന്നാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ചെവിക്കുറ്റി എന്നാലും മുഖത്ത് പെട്ടതല്ല. വൻ നസാഅത്തൈനി ഏതും മുഖത്ത് പെട്ടതല്ല. കയനെറ്റി, രണ്ട് കയനെറ്റികൾ അതൊന്നല്ല മുഖത്ത് പെട്ടതല്ല. എന്ന് പറയുമ്പോൾ എന്റെ ഈ ഭാഗം, ഈ കയനെറ്റിയായിട്ട് വരുന്ന ഈ ഭാഗം, ഇവിടെ ഒന്നും മുടിയില്ല, ഈ ഭാഗം കഴുകണമെന്നില്ല. കാരണം തലയുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെയാ പോവുക. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കയനെറ്റിയുടെ ഈ ഭാഗം അത് മുഖത്തിൽ പെടൂല എന്നർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? മുഖത്തിന്റെ മാനദണ്ഡങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാ. മുഖം എന്ന് പറയുന്നത് പിന്നെ നീളത്തിൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയാണ്, താടിയെല്ല് ഉൾപ്പെടെയാണ് വരുന്നത്. വീതിയിൽ രണ്ട് ചെവിക്കുറ്റിന്റെ ഇടയിൽ വരുന്ന, ചെവിയുടെ ഇടയിൽ വരുന്ന ഭാഗമാണ് മുഖം എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം ഉണ്ടാകും, ഈ കയനെറ്റി തലയിൽപ്പെട്ടതാണോ? ഇതൊക്കെ ഈ മുടിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെയാണോ ക്രോസ് ആയിട്ട് എടുക്കുന്നത്? ഇതൊക്കെ തലയിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ മുഖത്ത് പെട്ടതാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, ഏതൊക്കെ മുഖത്ത് പെട്ടതല്ല? ഈ കയനെറ്റി എന്ന് പറയുന്ന ഭാഗം മുഖത്ത് പെട്ടതല്ല. അതുപോലെ ഈ ഒരു മുടി മുളച്ച് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതും ശരിക്കും തലയാണ് സംഗതി, ഇതും മുഖത്ത് പെട്ടതല്ല. ഈ മുടി ഒഴിച്ചിട്ടുള്ള ഇങ്ങോട്ടുള്ള ഭാഗമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മുഖമായിട്ട് പരിഗണിക്കുള്ളൂ. മൗലിഉൽ ഗമം ഏകദേശം ഈ ഒരു ഭാഗം, ഞാൻ കൈ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം, അതും മുഖത്ത് പെട്ടതാണ്. കാരണം അവിടെ മുടിയൊന്നും മുളക്കുന്ന സ്ഥലമല്ല, അത് കഴുകേണ്ട ഭാഗമാണ്. പിന്നെ വേറെന്താ പറഞ്ഞത്? വത്തിദിലും, അതായത് ചെവിക്കുറ്റി എന്തല്ല മുഖത്ത് പെട്ടതല്ല. അപ്പൊ ഇതിന്റെ മുകൾ വരെ, ഈ കൈ വെച്ചിട്ടുള്ള ഇവിടം വരെ കൈക്കൊള്ളുന്നില്ല. പക്ഷെ ഉറപ്പിക്കാൻ വേണ്ടി അവിടെയൊക്കെ കൈകള് സുന്നത്താണെന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. സൽഇന്റെ മൗദി എന്ന് വെച്ചാല് ഈ നമ്മുടെ ഈ മൂർധാവ് എന്നൊക്കെ പറയൂല, ഈ ഒരു ഭാഗം, മുടി മുളച്ചിട്ട് ഇതിന്റെ മുകളിലോട്ടുള്ള ഈ ഭാഗം, നേരെ മുകളിൽ കാണുന്ന ഈ ഭാഗം, അതാണ് മൗദിഉ സൽ. അതും മുഖത്ത് പെട്ടതല്ല, അതൊക്കെ തലയുടെ ഭാഗമാണ്. അതൊന്നും കഴുകൽ നിർബന്ധമില്ല. പക്ഷേ വലാകിൻ സുന്ന ഗസ്ലുഹ, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം മുഖത്തിൽ പെട്ടതല്ല എന്ന് ഈ പറയപ്പെട്ട സ്ഥലങ്ങളെല്ലാം കഴുകൽ സുന്നത്താണ് എന്ന്. വലാ യജിബു ഗസ്ലു ബാത്തിനിൽ ഐനി, അതുപോലെ നിർബന്ധമാകൂല കണ്ണിന്റെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. കണ്ണിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ബൽ യുക്രഹു, ഉള്ളു കഴുകൽ കറാഹത്ത് കൂടെയാണ്. കാരണം അത് കണ്ണിന് വെറുതെ കഴുകുന്നത്, കുറെ കഴുകുന്നത് കണ്ണിന് പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട്. വൈന്നമാ യുസലു, എപ്പോഴാണ് കണ്ണ് കഴുകേണ്ടത്? ഇതാ തനജ്ജസ, കണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും നജസ് വന്ന് വീണാൽ. ലി അംരിൻ നജാസത്തി, നജസ് എന്ന് പറയുന്നതിന്റെ കാര്യം കുറച്ച് ഗൗരവമുള്ളതായതുകൊണ്ട് നജസ് കണ്ണിലായാൽ കഴുകണം. വയജിബു ഗസ്ലു ബഅദി ഹുദൂദിൽ വജ്ഹി ലിയതഹഖഖ ഗസ്ലു ജമീഇഹി, നമ്മളിപ്പോ പറഞ്ഞു ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും തലയിൽ മുഖത്ത് പെട്ടതല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ, കയനെറ്റി, ഇവിടെ എന്താ പറയാ, ഇതിനെന്തേ നമ്മൾ പറഞ്ഞത്? ഈ ഭാഗത്തിന് എന്താ നമ്മൾ പറഞ്ഞേ? നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഇങ്ങനെ കേറി എടുക്കുന്ന ഈ ഒരു ഭാഗത്തിന്? നാട്ടിന് പേരില്ലേ? ജൻഷീർ ഖാൻ, എന്താ പറയാ? അസ്ബീർ, ഇനായത്തുള്ള, കയനെറ്റി എന്നല്ല പറയാ. എന്താവട്ടെ, ആ സ്ഥലത്ത് പിന്നെ അവിടെ നിന്ന് കഴുകൽ നിർബന്ധമില്ല നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കഴുകൽ സുന്നത്താണ്. കാരണം സുന്നത്താണെന്ന് മാത്രമല്ല, ഇപ്പോ ഉദാഹരണത്തിന് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കറക്റ്റ് മുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് കൂട്ടുക, ഈ മനാബത്ത് ഷാറിന്റെ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞു വന്നാല്, അപ്പോ കറക്റ്റ് ഇവിടെ വരെ കഴുകിയ പോരാ, ഒന്ന് കയറ്റി കഴുകൽ നിർബന്ധമാണ്. അല്പം കയറ്റി കഴുകൽ നിർബന്ധം. എന്തിനാ? മുഖം അതും കൂടി വരുമ്പോഴല്ലേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു അറ്റം ഫുൾ ആയി എന്ന് ഉറപ്പ് വരുള്ളൂ. ഏതുപോലെ ഇപ്പൊ താടിയെല്ലിന്റെ അറ്റം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങൽ നിർബന്ധമാണ്. കാരണം എന്താ? എന്നാലേ നമുക്ക് ഉറപ്പാവുള്ളൂ. ഏതുപോലെ തന്നെ ഇപ്പൊ കൈ കഴുകുന്ന സമയത്ത് കൈയിന്റെ മുട്ടിതാണ്,
ഈ കാണുന്നതാണ് നമ്മൾ മുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇത്രയാണ് കറക്റ്റ് സെന്റർ എന്ന് പറയുന്നത്, ഇതാണ് ഈ ഭാഗത്ത് വരുന്നത്. പക്ഷെ ഇവിടം വരെ കഴുകിയാൽ പോരാ, ഒന്ന് ഇത്ര കയറ്റി കഴുകൽ നിർബന്ധം. കാരണം എന്താ, മാലാ യതഹഖഖുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബായ കാര്യം നടന്നു എന്ന് ഉറപ്പാവണമെങ്കിൽ, കുറച്ചും കൂടി കയറ്റി കഴിയണമെങ്കിൽ ആ ഭാഗം കഴുകൽ നിർബന്ധമാകുന്ന ചുരുക്കം. അപ്പോ ഒരല്പം മുടിയുടെ, നമ്മളിപ്പോ മുഖത്തിന്റെ പറഞ്ഞ ഈ ഹദ്ദിന്റെ ഒന്ന് താഴോട്ട് വരെ, ഒന്ന് അപ്പുറത്തേക്ക് വരെ കയറല് അത് നിർബന്ധമാണ് എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി എന്താ ഡൗട്ട് ഉണ്ടോ? ആ കൺഫീലുണ്ട്. ഹുദുബ് എന്നെ മേലെ എന്ന് പറഞ്ഞാല് കണ്ണടച്ചിങ്ങനെ പിടിച്ചാലും ഈ പുറം ഭാഗത്തുള്ള പീലിയൊക്കെ മുഖത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. കണ്ണിന്റെ ഉള്ളിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞേ, അത് മുഖത്ത് പെടൂല. ഓക്കെ, ഇനി അതാ പറഞ്ഞ യജിബു ഗസ്ലു ബഅളി ഹുദൂദിൽ വജ്ഹി, മുഖത്തിന്റെ ബഅളു ഹുദൂദ്, അല്പം അതിന്റെ അതിർഭാഗങ്ങൾ, അതിർവരമ്പുകൾ മുഖത്തിന്റെ, അതിന്റെ കുറച്ചങ്ങോട്ട് കയറി കഴുകൽ നിർബന്ധ. ലി യതഹഖഖ ഗസ്ലു ജമീഇഹി, മുഖം മുഴുവൻ കഴുകി എന്ന് ഉറപ്പ് വരണമെങ്കിൽ അത് വേണമല്ലോ, അതുകൊണ്ട് അത് നിർബന്ധമാണ്. അത് മുഖത്തിന്റെ മാത്രം വിഷയത്തിലല്ല, എല്ലാ കഴുകലിലും അത് ബാധകമാണ്. പിന്നെ ഇനി മൂന്നാമത്തെ നിർബന്ധമായ കാര്യം വുളൂവിൽ എന്താ, ഗസ്ലു യദൈഹി മഅ മിർഫഖൈഹി, മുട്ടോടുകൂടെ കൈ കഴുകുക എന്നുള്ളതാണ്. മുട്ടോടുകൂടെ കൈ കഴുകുക എന്നതാണ് വുളൂവിൽ നിർബന്ധമായ അടുത്ത കാര്യം. എന്തിനാണ് മുട്ടോടുകൂടെ കൈ കഴുകുന്നത്? കാരണം ഖുർആനിൽ അങ്ങനെ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളി, ഗസ്ലു യദൈഹി മഅ മിർഫഖൈഹി, മിർഫഖോടുകൂടെ രണ്ട് കൈകൾ കഴുകുക. മിർഫഖ് എന്ന് പറഞ്ഞാൽ കൈമുട്ട്. യജിബു ഗസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി മിൻ ശഅരിൻ വദുഫ്രിൻ വഇൻ ത്വാല വസിലഅത്തിൻ, അതായത് കൈയുടെ ഇവിടം വരെയുള്ള ഈ ഫർളായ ഭാഗം അത് മുഴുവനായിട്ടും കഴുകണം. ഇവിടം വരെയുള്ള ഭാഗം മുഴുവനായിട്ടും കഴുകണം. അതിലുള്ള മുടി, അതായത് രോമങ്ങളുണ്ട്, ആ രോമങ്ങളും കഴുകണം. അതുപോലെ തന്നെ നഖമുണ്ട്, നഖം കഴുകണം. അതൊക്കെ കൈയിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. വൈൻ താല, നഖൻ എത്ര നീണ്ടാലും ആ നഖത്തിന്റെ ഉള്ളും പുറവും കഴുകണം. സിലാത്തിൻ, സിലാത്ത് എന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ, തോലിന്റെയും ഇറച്ചിന്റെയും ഇടയിലുള്ള ഭാഗം. അതിപ്പോ എന്തേലും മുറിവ് അങ്ങനത്തെ എന്തേലൊക്കെ പിന്നെ പറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, മുകളിലുള്ള രോമം പോയിട്ടുണ്ട്, രോമല്ല എന്തേലും പറയാ, തോല് പോയിട്ടുണ്ട്, ആ തോലിൽ ഇറച്ചിന്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ നൈസായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ഉള്ളതെങ്കിൽ അത് കഴുകണം. വ ഇസ്ബഇൻ സായിദിൻ, ഒരാൾക്ക് 5 വിരലുണ്ടെന്ന് കൂട്ടിക്കോ, നമുക്ക് എല്ലാവർക്കും 5 വിരലോ അല്ലെ, ഒരാൾക്ക് 6 വിരലുണ്ടെന്ന് കൂട്ടിക്കോ, ഒരു വിരൽ എക്സ്ട്രാ ഉണ്ട്, എന്നാൽ ആ വിരലും കഴുകണം. ഫഇൻ ഖുത്തിഅ ബഅദു യദിഹി വജബ ഗസ്ലു മാ ബഖിയ, ഒരാളെ വിരല് 2 എണ്ണം കട്ട് ചെയ്ത്, അല്ലെങ്കിൽ കൈ ഇവിടുന്നായിട്ട് മുറിഞ്ഞുപോയി, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കഴുകിയാൽ മതി അയാള്. അതിന്റെ പേരിൽ പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറ്റേണ്ട ആവശ്യമില്ല അർത്ഥം. ഔ മിൻ മിർഫഖിഹി, അല്ലെങ്കിൽ ഒരാളെ കൈ മുട്ടിൽ നിന്നാണ് മുറിഞ്ഞു പോയത്, ഇവിടുന്ന് മുറിഞ്ഞു പോയതാണ് ഒരാളെ കൈ, അങ്ങനെയാണെങ്കിൽ എന്ത് കഴുകണം? ഫറഅ്സി അളുദിഹി, അദ്ദേഹത്തിന്റെ ഈ അളുദിന്റെ റഅ്സ് എന്ത് ചെയ്യണം? കഴുകണം, മുകൾ ഭാഗം കഴുകണം. മിൻ ഫൗഖിഹി നുദിബ ഗസ്ലു ബാഖി അളുദിഹി, ഫറഅ്സി അളുദിഹി ഔ മിൻ ഫൗഖിഹി നുദിബ ഗസ്ലു ബാഖി അളുദിഹി, എന്ന് വെച്ചാല് ഇവിടുന്നാണ് മുറിഞ്ഞതെങ്കിൽ ഈ അളുദിന്റെ ഈ അറ്റം കഴുകണം, ഈ അറ്റ ഭാഗം കഴുകണം. ഇനി അവിടുന്ന് മുകളിലാണ്, ഇവിടുന്ന് എവിടുന്നെങ്കിലാണ് കൈ മുറിഞ്ഞത് നോട്ടിക്കോ, നടുന്ന്, അങ്ങനെയാണെങ്കിൽ നുദിബ ഗസ്ലു ബാക്കി അളുദിഹി, അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങള് കഴുകൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ പിന്നെ നിർബന്ധാകൂല എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി റാബിയോ, നാലാമത്തത് മസ്ഹു ബഅദി റഅ്സിഹി, തല അല്പം തടവുക എന്നുള്ളതാണ്. തടവലാണ്, ഇതുവരെ കഴുകൽ നമ്മൾ പറഞ്ഞത്. തല അല്പം തടവലാണ് അടുത്ത സുന്നത്ത്. വലൗ
നസ്അത്തൻ ഔ ബഅല ഷഅറത്തിൻ. തല തടവുക എന്ന് പറയുമ്പോ തല തടവിയാ മതി. അതിനി കയനെറ്റിന്നാണ് തടവിയതെങ്കിലും കുഴപ്പമില്ല. ഇവിടെ തടവിയത് കുഴപ്പമില്ല. അവിടെ തടവണം എന്നല്ല പറഞ്ഞത്, അവിടെ തടവിയാലും തടവിയതായിട്ട് പരിഗണിക്കും. പിന്നെ ഔ ബഅല ഷഅറത്തിൻ, അല്ലെങ്കിൽ ഒരു മുടിയുടെ ഒരല്പ ഭാഗമാണ് തടവിയെന്ന് കൂട്ടിക്കോ, എന്നാലും കുഴപ്പമില്ല. ലാ യഖ്റുജു ബിൽ മദ്ദി അൻ ഹദ്ദിർ റഅസി മിൻ ജിഹത്തി നുസൂലിഹ. മുടിയുടെ അല്പം തടവുന്നിടത്ത് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പൊ ഒരാളെ മുടി, എന്റെ ഇപ്പം മുടി ഇപ്പം കട്ട് ചെയ്തിട്ടുള്ള വലിയ മുടിയിട്ട് നോട്ടിക്കോ, അത് നീട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തും. ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടം വരെ മുടി എത്തുന്ന ആളാണെങ്കിൽ ആ മുടിയുടെ ഈ ഭാഗം തടവിയിട്ട് പറ്റൂല, അത് തടയാൻ പറ്റൂല. ആ സമയത്ത് ഇവിടുന്ന് മുളക്കുന്ന മുടിയാണ്, അത് നീട്ടി എവിടം വരെ എത്തും, ഇവിടം വരെ എത്തും നീട്ടിയാൽ, എന്നാ കുഴപ്പമില്ല. അപ്പൊ അടിസ്ഥാനം എന്ന് പറയുന്നത്, മുടി വലുതാണെങ്കിൽ അത് നീട്ടിയാൽ മുഖത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോവാത്ത സ്ഥലമാണെങ്കിൽ മിൻ ജിഹത്തി നുസൂലിഹി, അത് ഇറങ്ങുന്ന ഭാഗത്ത്, എന്നുവെച്ചാല് ഇങ്ങനെയുള്ള മുടിയാകുമ്പോ ഇങ്ങോട്ടേക്കാ നോക്കുക, നേരെ മുകളിലോട്ടേക്ക് നോക്കിയിട്ടല്ല നോക്കുക എന്നർത്ഥം. അപ്പോ മുഖത്തിൽ തലയിൽ നിന്ന് അല്പം തടവുക എന്നതാണ് തല തടവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പമെങ്കിലും തടവിയാൽ മതി, അതാണ് നിർബന്ധം. മുഴുവൻ തടവലാണ് സുന്നത്ത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ തടവണം. ഉദു എടുക്കുന്ന സമയത്ത് വെള്ളം നനച്ചിട്ട് രണ്ട് കൈയും ഇങ്ങനെ കൊണ്ടുപോയിട്ട് തടവണം. മുടി വലിയ ആളല്ല, ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള മുടിയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. വലിയ മുടിയാണ് കുറച്ചും കൂടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് റിട്ടേൺ ഇങ്ങനെ കൊണ്ടുവന്നാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? മുടി ഇങ്ങനെ തട്ടിയാൽ മതി. സുന്നത്ത് നിർബന്ധമായ തടവലിന് ഇങ്ങനെ ചെയ്താൽ മതി. സുന്നത്തായ തടവൽ എന്ന് പറയുന്നത് കൈ രണ്ടും കഴുകുക, വെള്ളാക്കുക, ഇതാ ഈ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് വെക്കുക. ഈ ചെവിക്കുറ്റീന്റെയും ഈ ഇതിന്റെ ഇടയിലുള്ള ഈ ഭാഗത്ത് രണ്ട് കൈയിന്റെ വിരൽ വെക്കുക. അപ്പം വിരലൊന്ന് വെച്ചോക്കെ. എന്നിട്ട് ഇത് ഇങ്ങനെ കൂട്ടി മുട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം നേരെ ബാക്കോട്ട് വെക്കുക. മുടി വലുപ്പമുണ്ടെങ്കിൽ, വലുപ്പില്ലെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടാൻ അങ്ങനെ ചെയ്യുക. 3 പ്രാവശ്യം അതേപോലെ 3 പ്രാവശ്യം ചെയ്താൽ മതി. ഇനി വലിയ മുടിയാണെങ്കിൽ കുത്ത, ഒന്നിങ്ങോട്ട് പോയി ഇങ്ങോട്ട് എടുക്കുക, നേരെ പോയിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. നമ്മുടെ മദ്ഹബില് ഒരു മുടിയെങ്കിൽ തടവിയാൽ മതി, നിർബന്ധമായ ബാധ്യത വീടാൻ. ഹനഫി മദ്ഹബില് 4-1 തടവണം. മാലിക്കി മദ്ഹബില് തല മുഴുവനും തടവണം. നമ്മുടെ ഷാഫി മദ്ഹബിലാണ് എന്ത്, അല്പമെങ്കിലും തടവിയാൽ മതി എന്നുള്ളത്. അപ്പോ ഷാഫി ഷാഫി മദ്ഹബില് 3 തവണ തടവിൽ നിർബന്ധമില്ല. ഒരു തവണ തടവിയാല് ഇത് ബാധ്യത വീടും. അപ്പൊ വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു തവണ തടവിയാൽ തന്നെ പിന്നെ നിർബന്ധ ബാധ്യത വീടും. 2ഉം 3ഉം സുന്നത്താണ്. അപ്പോള് നമ്മൾ പറഞ്ഞത്, അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മളിപ്പോ പറഞ്ഞതാണ് ഇതിന്റെ പൂർണ്ണമായ സുന്നത്തായ രൂപം. 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും തടവല്. ഇനി പിന്നെ അല്പം തടവി ഒപ്പിക്കുന്ന ആളാണെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ താണ് നിൽക്കുന്ന മുന്നത്തെ മുടിയെ പോയി തൊട്ടിട്ട് കാര്യമില്ല. മുഖത്തിന്റെ പരിധിയുടെ താഴെ വന്ന് നിൽക്കുന്ന മുടിയെ തടവാൻ പറ്റൂല. ഇതേപോലെ തന്നെ ബാക്കിലും തലയുടെ ഈ ഒരു ഹദ് കഴിഞ്ഞിട്ട് പെരടിയിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗത്തുള്ള മുടിനെ തടവിയിട്ട് കാര്യമില്ല. അല്ലെ ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ ചെവിയിൽ നിൽക്കുന്ന ഇവിടുന്ന് പോയി തടവിയിട്ട് കാര്യമില്ല. തടവുന്നത് തലയുടെ ഹദ്ദിൽ തന്നെ നിൽക്കുന്ന മുടിയെ വേണം എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇനി ഇനി വൽ അസഹു, ഏറ്റവും അസഹായ അഭിപ്രായം എന്ന് പറയുന്നത് ജവാസ് ഗസ്ലിഹി ബിലാ കറാഹത്തിൻ, തല തടവലാണ് നമ്മളിപ്പോ നിർബന്ധം എന്ന് പറഞ്ഞത്. ഇനി ഒരാൾ ഒരു ആട്ട വെള്ളം എടുത്തിട്ട് ഒന്നായിട്ട് ഇങ്ങനെ കഴുകി, കുഴപ്പമില്ല, ജായിസാണ്, നിർബന്ധ ബാധ്യതയോടുകൂടെ വിടും, കറാഹത്തൊന്നുമില്ല അങ്ങനെ കഴുകുന്നതിന്. തടവലാണ് സുന്നത്ത് എങ്കിലും ഒരാൾ കഴുകി എന്നതുകൊണ്ട് അത് കറാഹത്താകൂല. തടവലാണ് നിർബന്ധമെങ്കിലും ഒരാൾ കഴുകി എന്നതുകൊണ്ട്
പിന്നെ അത് കറാഹത്താകൂല എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വൽ ഖാമിസു ഗസ്ലു റിജ്ലൈഹി മഅ കഅബൈഹി, മുട്ടോടുകൂടെ കാല് രണ്ടും മഅ കഅബൈഹി, ഞെരിയാണിയോടുകൂടെ രണ്ട് കാലും കഴുകുക. ഞെരിയാണി തന്നെയല്ലേ പറയും നിങ്ങളെ ഈ കാലിന്റെ അടിയിലുള്ള കുറ്റിക്ക്? ഓക്കെ, ഞെരിയാണി ഉൾപ്പെടെ കാല് കഴുകുക. യജിബു ഗസ്ലു ജമീഇ മാ അലൈഹിമാ മിൻ ശഅരിൻ വളുഫിൻ വഗൈരിഹിമാ വബാത്തിനി സഖ്ബിൻ വശക്കിൻ. കാല് കഴുകുമ്പോൾ അത് മുഴുവനായിട്ടും കഴുകണം. ഈ പറഞ്ഞ സ്ഥലങ്ങൾ അത് നിർബന്ധമാണ്. എത്ര വരെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള പിന്നെ മുടി, രോമങ്ങൾ എല്ലാം കഴുകണം, നഖങ്ങൾ കഴുകണം. വലിയ നീണ്ട നഖമുണ്ട് അതിന്റെ ഉൾഭാഗം കഴുകണം. ശ്രദ്ധിക്കണം, അപ്പൊ കാലിന്റെ നഖമൊന്നും നീട്ടാൻ നിൽക്കണ്ട. വ ളുഫ്രിൻ, നഖം കഴുകണം. വ ഗൈരിഹിമ, നഖം ളുഫ്ർ അല്ല, ളുഫ്ർ എന്ന് പറഞ്ഞാൽ നഖം, ഷഅർ എന്ന് പറഞ്ഞാൽ രോമം, മുടി എന്നൊക്കെ അർത്ഥം. വ ബാ ആ ഉം. നമ്മൾ വെള്ളം എല്ലായിടത്തും എത്തുക എന്നുള്ളത് നിർബന്ധമുള്ളൂ. ഈ ഒരു രൂപത്തിൽ തന്നെ ചെയ്തോളണമെന്നില്ല. പൈപ്പ് തുറന്നു വെച്ച് വെള്ളം എല്ലായിടത്തും എത്തിയാൽ മതി, എന്നാ കുഴപ്പമില്ല. അതേ സമയത്ത് സുന്നത്ത് എന്ന് പറയുന്നത് എന്താ? ദൽക്ക് സുന്നത്താണ്. ഓരോ നമ്മൾ പറയും, ഇപ്പൊ പഠിക്കാൻ പോകും, നമ്മൾ അടുത്ത ഭാഗമായിട്ട് വരുന്നുണ്ട് അത്. എല്ലാ ഭാഗത്തും കൈകൊണ്ട് തന്നെ ഉരച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ്. എന്ന് മാത്രമല്ല മറ്റു ചില മദ്ഹബുകളിൽ അത് നിർബന്ധമാണ്. നമ്മൾ പരിഗണിക്കൽ വളരെ സുന്നത്താണ്. അപ്പോ കാല് കഴുകണം. കാല് കഴുകുമ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നഖം കഴുകണം, കാലിന് മുകളിലുള്ള മുടി രോമങ്ങൾ കഴുകണം. ബാത്തിനി സഖ്ബിൻ, വല്ല ഓട്ടയുണ്ടെങ്കിൽ അതിനുള്ളും കഴുകണം. ചില ആൾക്കാരെ കാലിന് എന്തൊരു ആണി രോഗം എന്നേറ്റം പറയുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ ഓട്ടകളായി വരുന്നേ കാലിന്റെ അടിയിൽ. ആ ഓട്ടയുടെ ഉൾഭാഗം കഴുകണം കഴിയുന്നത്ര. ശക്കിൻ, ഇനി ഒരാളെ കാല് മറ്റേ വിള്ളലുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അപ്പൊ കാലിങ്ങനെ ഓരോരോ വിള്ളൽ ഉണ്ടാവും, അതിന്റെ മുകളിൽ കൂടി ജസ്റ്റ് ആ വിള്ളലിനുള്ളിൽ വെള്ളം എത്തിക്കണം. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. വലൗ ദഖലത്ത് ഷൗക്കത്തിന്. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരാളെ കാലില് ഒരു മുള്ള് കയറി എന്ന് കൂട്ടുക. അങ്ങനെ മുള്ള് കയറിയ രണ്ട് സാധ്യത ഉണ്ട്. ഒന്ന്, ഉള്ളിൽ അങ്ങ് കയറിപ്പോയിട്ട് അങ്ങ് പൂടിപ്പോയിട്ടുണ്ട് പുറം ഭാഗത്തുനിന്ന്. അതല്ല, അത് കുറച്ചിങ്ങനെ പുറത്തിങ്ങനെ കിടക്കുന്നുണ്ട് മുള്ള്. ഈ രണ്ട് അവസ്ഥയിലും രണ്ട് നിയമമാണ്. വലൗ ദഖലത്ത് ഷൗക്കത്തുൻ ഫി റിജ്ലിഹി വജബ ഖൽഉഹ. ഒരാളുടെ കാലില് ഈ പറഞ്ഞ രൂപത്തില് പിന്നെ മുള്ള് കയറിയാൽ അത് പറിച്ച് ഒഴിവാക്കൽ നിർബന്ധമാണ്. വജബ ഖൽഉഹ, അത് ഊരിയെടുക്കൽ നിർബന്ധമാണ്, പറിച്ചെടുക്കൽ നിർബന്ധമാണ്. ഗസ്ലു മഹല്ലിഹ, അതുണ്ടായിരുന്ന ആ സ്ഥലത്തപ്പം വലിയ ഓട്ടയൊക്കെ ആയിട്ടുണ്ട്, ആ ഓട്ടയിൽ വെള്ളത്തിക്കണം. ഇൻ ദഹറത്ത്, ഈ പറഞ്ഞതൊക്കെ ആ മുള്ള അല്പമെങ്കിലും പുറത്ത് കാണുന്നുണ്ടെങ്കിൽ, പുറത്ത് അതിന്റെ അല്പമെങ്കിലും ഉണ്ടെങ്കിലാണ് അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. വൈൻ ഇസ്തറത്ത് കുല്ലുഹ, ഇനി ഒരാളെ കാലിൽ കയറിയ മുള്ള്, ആണി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അത് ഒന്നായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, പുറത്തല്പം പോലും അതില്ല, അങ്ങനെയാണെങ്കിൽ അത് പുറത്തെടുത്ത് ആ ഭാഗം കഴുകൽ നിർബന്ധമില്ല എന്ന്. ഒന്നുകൂടി, കാലിൽ വല്ല മുള്ളോ ആണിയോ എന്തേലും ഒരു സാധനം പോയാൽ അത് അല്പമെങ്കിലും പുറത്തിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും പുറത്തെടുത്തിട്ട് ആ ഭാഗം കഴുകൽ നിർബന്ധമാണ്. ഇനി അതല്ല, അത് പിന്നെ അങ്ങനെ പുറം ഭാഗം കാണുന്നൊന്നുമില്ല ആ രൂപത്തിലാണെങ്കിൽ അപ്പോ അത് പുറത്തെടുക്കലും കഴുകലും നിർബന്ധമില്ല, മുകളിലൊക്കെ തന്നെ കഴുകിയാൽ മതി എന്നർത്ഥം. ഇനി ويجب غسل باطن نفط تشقق ما لم يرتقق, അതുപോലെ നിർബന്ധമാകുന്നതാണ് ഗസ്ലു ബാത്തിനി നഫ്തിൻ തശഖഖ, ഈ പൊക്കിള കെട്ടാന്ന് പറയൂലേ, കൈ വലിയ പണിയൊക്കെ എടുത്താൽ, പണിയെടുത്ത് പരിചയമില്ലാത്തൊരു പണിയൊക്കെ എടുത്താൽ കയ്യിലൊക്കെ പൊക്കിള കെട്ടുമെന്ന് പറയൂലേ, ഇല്ല എന്തെങ്കിലും പൊള്ളാറ്റം ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിള കെട്ടി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ തോല് ഒന്ന് അല്പം പൊന്തിയിട്ട് ഇങ്ങനെ വരുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോ അത് പൊട്ടിയിട്ടുണ്ട് എന്ന് കൂട്ടെ, പൊട്ടിയിട്ടുണ്ട്, അത്
പൊട്ടി എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു ഓട്ട വന്നിട്ട് അതിന്റെ ഇങ്ങനെ ചപ്പിയിട്ടുണ്ട്. പൊട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളു കഴുകിയിരിക്കണം, അവിടെ വെള്ളം എത്തണം. അപ്പം ചോദിക്കും എന്തോ പൊള്ളുകയൊക്കെ ചെയ്ത കേസാണ് നോട്ടിക്കോ അങ്ങനെ ആയത്. അങ്ങനെ അപ്പൊ അതിന്റെ ഉള്ളിൽ വെള്ളമാക്കാൻ പറ്റൂലെങ്കിൽ അതിന്റെ പേരിൽ താമം ചെയ്യേണ്ടി വരും. കഴുകുക എന്ന് പറയുമ്പോൾ ആ ഭാഗം കൂടി കഴുകൽ വരും എന്നർത്ഥം. മാലം ഇർത്തഖിക്, എപ്പോഴാണ് കഴുകൽ നിർബന്ധമില്ലാതെ വരിക? അത് ഇങ്ങനെ പുറത്താ ഉള്ളത്, അതന്നെ ചപ്പിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചപ്പിപ്പോയിട്ട് പിന്നെ ഒരു തോല് പോലെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊളിച്ച് ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ അതപ്പോൾ ഉണങ്ങാ, അതാണ് പറഞ്ഞത്. മുകളിൽ കൂടി കഴുകിയാൽ മതി. അപ്പം അപ്പൊ ചപ്പി ഇങ്ങനെ കിടക്കുന്ന ഒട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അപ്പൊ പിന്നെ മുകൾ ഭാഗം കഴുകിയാൽ മതി. വൽ മുറാദു ബി ഗസ്ലിൽ അഅ്ളാഇൽ മദ്കൂറത്തി ഇൻ ഗിസാലുഹ. ഇപ്പൊ നമ്മൾ കൈ കഴുകണം, മുഖം കഴുകണം, കാല് കഴുകണം എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം നമ്മൾ തന്നെ കഴുകണം എന്നുണ്ടോ? അങ്ങനെയില്ല. ഇപ്പൊ പൈപ്പ് കഴുകിയാലും മതി, വേറെ ആൾ ഒഴിച്ചാലും മതി. കൈമൾക്ക് വെള്ളം അവിടെ എത്തുക എന്നതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൈയും കാലൊക്കെ കഴുകപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ കഴുകിയിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ഇങ്ങനെ കൈവച്ചെടുത്ത് നമ്മൾ കഴുകുന്നില്ല, നമ്മൾ കൈവച്ചിട്ടുള്ളൂ, അങ്ങനെയായാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. സവാവുൻ കാന ബി ഫേലിഹി, ഓൻ തന്നെയാണ് ഇങ്ങനെ കഴുകുന്നത്, അംല ഓനല്ല കഴുകുന്നത്, എങ്ങനെയായാലും കുഴപ്പമില്ല. ഗസ്ലി ഗൈരിഹി ബിലാ ഇദ്നിഹി, ഓന്റെ സമ്മതില്ലാതെ വേറൊരുത്തൻ വന്നിട്ട് കഴുകിയതാണ് ഓന്റെ കൈ, ഓനിങ്ങനെ വുളു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, എന്നാലും ഒരുത്തൻ പിടിച്ചു വെച്ച് ഓന്റെ കൈ ഇങ്ങനെ കഴുകുകയാണ്. ഔ സുക്കൂത്തിഹി ഫി നഹരിൻ, അല്ലെങ്കിൽ ഒരുത്തൻ പിന്നെ വുളുവിന്റെ നിയത്ത് വെച്ച് വെള്ളം ഇങ്ങനെ ആക്കുന്ന സമയത്ത് നേരെ പോയിട്ട് എന്ത് ചെയ്ത് ബക്കറ്റിലേക്ക് വീണ് അല്ലെങ്കിൽ പുഴയിലേക്ക് വീണ്, ആ സമയത്ത് അപ്പോ വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് വുളുവിന്റെ നിയത്തുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്താൽ മതി. അതും എന്നുവെച്ചാൽ ഓൻ ഉദ്ദേശത്തോടു കൂടിയല്ല അവൻ എന്ത് ചെയ്തത്, മുഖം കഴുകിയത്, അവൻ വീണതാണ് പോയിട്ട്. അപ്പോ ലാക്കിൻ ഇഷ്തറത്തു ഫിസാനി, അപ്പൊ ഓന് നീയത്തോടു കൂടെ ഓൻ ചെയ്തതല്ലെങ്കിൽ, ഓന്റെ ഒരു കസ്തോടു കൂടെ ചെയ്തതല്ലെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് വുളുവായി പരിഗണിക്കണമെങ്കിൽ നിർബന്ധമാകും അയ്യക്കൂന ദാക്കിറൽ നീയത്തി, അവൻ നീയത്തിനെ ഓർത്തുകൊണ്ടിരിക്കണം ആ സമയത്ത്. ഞാൻ ഇപ്പൊ വുളുവിലാണെന്നുള്ള നീയത്ത് അപ്പൊ എനിക്ക് വേണം. ദൂനൽ അവലി, ഏത് സ്വന്തം കഴുകുന്ന ആളാണെങ്കിൽ ഓൻ തുടക്കത്തിൽ വുളു മുഖം കഴുകുന്ന സമയത്ത് നീയത്ത് വെച്ചാൽ മതി. പിന്നെ കൈയും കാലൊക്കെ കഴുകുന്ന സമയത്തും പ്രത്യേകം ഇങ്ങനെ വീണ്ടും വീണ്ടും നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വന്തമായിട്ട് കഴുകുമ്പോൾ അങ്ങനെ നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. വേറെ ആൾ വന്നിട്ട് എന്ത് ഇതാണ് ഓനെ സംഭവമില്ലാതെ ഒരാൾ വന്ന് കൈ കഴുകുന്ന സമയത്ത് ഇങ്ങനെ മുഖം കഴുകി നിൽക്കുകയാണ്, എന്നാലാണ് ഒരാൾ വന്നിട്ട് ഓനെ കൈ കഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അപ്പോഴും നീയത്ത് ഇങ്ങനെ ഓർത്ത് വെക്കണം, എന്നാലേ അത് കഴുകിയതായിട്ട് പരിഗണിക്കുള്ളൂ എന്നർത്ഥം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടി, സ്വയം കഴുകുന്നതും വേറൊരാള് കഴുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺ നേരെ വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ കഴുകുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്വയം കഴുകുന്ന സമയത്ത് ഓൻ ഫസ്റ്റ് മുഖം കഴുകുന്ന സമയത്ത് നീയത്ത് വെച്ചാൽ മതി. അതിന് ശേഷം ഇങ്ങനെ ഓരോ ഇതിനും നീയത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം എന്നില്ല. മറിച്ച് ഓൻ വേറെ പണിക്ക് പോവാതിരുന്നാൽ മതി. വുളു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ പുതിയ നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഓനെ സമ്മതില്ലാതെ വേറെ ആൾ കഴുകുന്നു, അല്ലെങ്കിൽ ഓനെ ആരെങ്കിലും വെള്ളത്തിൽ ഉരുട്ടിയിടുന്നു, അത്തരം സാഹചര്യങ്ങളിൽ കഴുകപ്പെടുന്നുണ്ടെങ്കിൽ ആ കഴുകപ്പെടുന്ന സമയത്ത് ഓൻ വുളുവിനെ ഇങ്ങനെ ഓർത്ത് നിന്നാലേ അത് വുളുവിന്റെ ഭാഗമായിട്ട് പരിഗണിക്കുള്ളൂ എന്നർത്ഥം. ഇല്ല അദമുസാരിഫി ഫലാ ഇഷ്തറത്തു ഫീ എന്ന് പറഞ്ഞാല് സ്വന്തം കഴുകുന്ന സമയത്ത് നീയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ നീയത്ത് വെക്കണ്ടില്ല. ഓരോ അവയവം കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ വെച്ചാൽ മതി. ഇല്ല അദമുസാരിഫി ക നിയത്തി ഖത്ഇൻ ഔ തബറുദിൻ ഔ തൻളീഫിൻ. നിയത്ത് വെക്കണ്ടെന്ന് പറഞ്ഞാല് ഓന്റെ ആ നിയത്തിന് വിപരീതമായി വരുന്ന വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് നിയത്തി ഖത്ഇൻ, ഞാനിപ്പോ മുഖം കഴുകി കൈ കഴുകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിയത്ത് വെക്കാം, ഞാൻ വുളു നിർത്തി എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൈ കഴുകുന്ന സമയത്ത് നിയത്ത് വെച്ചിരിക്കണം. ഔ തബറുദ്ദീൻ, മുഖം ഇങ്ങനെ കഴുകിയ സമയത്ത് ഭയങ്കര ചൂട്, എന്റെ കൈ ഒന്ന് തണുപ്പിക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ തണുപ്പിക്കണം എന്നുള്ള നിയത്തോടു കൂടെ ഇത് കഴുകിയാൽ അത് പെടൂല. അതാണ് തബറുദ്, തണുക്കാൻ വേണ്ടിയിട്ട് വുളു ചെയ്താല് അതുകൊണ്ട് പറ്റൂല. വുളുവിന്റെ നിയത്ത് തന്നെ വീണ്ടും വെക്കണം. ഔ തൻളീഫിൻ, മുഖം കഴുകിക്കൊണ്ടിരുന്ന് മുഖം കഴുകി അതിനുശേഷം കൈ കഴുകാണ്ട് അന്നേരം പെട്ടെന്ന് കൈമിൽ ഒരു കാക്ക എങ്ങാനും വന്നിട്ട് എന്ത് ചെയ്ത് കഷ്ടിച്ച്, അല്ലെങ്കിൽ എന്തായാലും ഓൾറെഡി ചളി ഉണ്ടതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പിന്നെ കഴുകുന്ന സമയത്ത് ഇതൊന്ന് ക്ലിയർ ആക്കണം എന്നുള്ള ഈ ഉദ്ദേശം കൂടി തന്നെ മനസ്സിൽ വന്നാൽ അപ്പൊ പറ്റൂല. നിയത്ത് വുളുവിന്റെ നിയത്ത് തന്നെ വേണം എന്നർത്ഥം. ഡൗട്ടുണ്ടോ? വുളു ആകും, മുഴുവനായിട്ട് ശരീരം മുങ്ങണം എന്നർത്ഥം.
വേറെന്താ? ആ ഒന്ന് കിട്ടും. ആ വിഷയം വരേണ്ടതാണ് ഇതില്. നോക്കാം നമുക്ക്. പിൻ ആ ആവശ്യമില്ല. വുളു എടുക്കുന്നത് കരുതിയാൽ മതി. നമ്മൾ നിയ്യത്തിനെ പറ്റി പറഞ്ഞല്ലോ. ആ നിയ്യത്ത് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. വുളുവിനെ കരുതുന്നു, വുളുവിനെ വീട്ടാൻ കരുതുന്നു, വുളുവിന്റെ ഫർദായ നിർബന്ധമായ വുളുവിനെ കരുതുന്നു. ഏത് വെച്ചാലും കുഴപ്പമില്ല. വുളു ചെയ്യുന്നു എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? മുഖം കഴുകുന്ന സമയത്ത് മുഖം കഴുകാൻ തുടങ്ങുന്ന അന്നേരം തന്നെ ആ നിയ്യത്ത് വരണം എന്നർത്ഥം. ഇനി അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് വരുന്നുണ്ട്. അതിന്റെ സുന്നത്തായ കാര്യങ്ങൾ പെട്ടു. നമ്മളിപ്പോ മുൻകൈ കഴുകുന്നതും വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഭാഗം എന്ന് പറയുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. നിർബന്ധമായ കാര്യമാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പോ സുന്നത്തായ ഇപ്പോ ഞാൻ ഉളു തുടങ്ങുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് നമ്മൾ പറഞ്ഞ് ആ പറയലോടുകൂടെ നമ്മൾ ആ പറയുമ്പോൾ തന്നെ കൈ ഇങ്ങനെ കഴുകുകയും ചെയ്യും അല്ലേ? ഈ കഴുകുന്നത് ഉളുവിന്റെ സുന്നത്താണ്. ഏതുപോലെ അതിന് ശേഷം നമ്മൾ വായിൽ വെള്ളം കയറ്റി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. ഈ സാധനമൊക്കെ സുന്നത്തുകളാണ് ഉളുവിന്റെ. പക്ഷെ ഈ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും വിട്ടുപോകുന്നത്. അവസ്ഥ പറയേണ്ടതാണ് കുറച്ച് മിനിറ്റ്. അത് ഈ ഈ കൈ മുൻകൈ കഴുകുന്ന സമയത്ത് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇത് കഴിയുന്ന സമയത്ത് തന്നെ വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് അപ്പം നിയത്ത് വെക്കണം. എന്താ നിയത്ത് വെക്കണ്ടേ? വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് നിയത്ത് വെച്ചിരിക്കണം. എന്നാലേ വുളുവിന്റെ സുന്നത്തായിട്ട് പരിഗണിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ സുന്നത്തിന്റെ കൂലി കിട്ടൂല എന്ന പ്രശ്നമുണ്ട് അവിടെ. ഇപ്പൊ മനസ്സിലായോ? കുറ്റമൊന്നുമില്ല. നിയത്തിന്റെ നിർബന്ധമായ വുളുവിന്റെ നിയത്ത് എപ്പ വരണ്ടേ? മുഖം കഴുകുന്ന സമയത്താണ്. അപ്പൊ ആദ്യം തുടക്കത്തിൽ സുന്നത്ത് കരുതുക, വുളുവിന്റെ സുന്നത്തിനെ കരുതുക. ഇവിടെ എത്തുമ്പോൾ നിർബന്ധമായ വുളുവിനെ കരുതുക. ഓക്കെ, ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു നിർബന്ധമായ കാര്യമാണ് വുളു എടുക്കുമ്പോൾ തെർത്തീബ്. സാദിസു തെർത്തീബു കമാതുക്കിറ. ഇപ്പൊ പറഞ്ഞ ഓർഡറിലായിരിക്കണം നിർബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാല് ഒരാൾ ആദ്യം പോയിട്ട് കൈ കഴുകി, പിന്നെ പോയി മുഖം കഴുകി, അല്ല ആദ്യം പോയി കാല് കഴുകി, പിന്നെ റിവേഴ്സ് അടിച്ച്, പിന്നെ തല തടവി, പിന്നെ കൈ കഴുകി, പിന്നെ മുഖം കഴുകി. അങ്ങനെ ആയതുകൊണ്ട് വുളുവാവോ? ഇല്ല. ഈ ഓർഡറിൽ തന്നെ ചെയ്താലേ വുളുവായിട്ട് പരിഗണിക്കുള്ളൂ. ഫല യുഗ്തസല ബിനിയത്തിൽ വുളുഇ ഫല യസിഹു വുളുഉഹു ഇല്ലാ ബിത്തർതീബി. ഒരുത്തൻ കുളിക്കുക, ഷവർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓനിങ്ങനെ ഒന്നായിട്ട് കുളിച്ചെന്നേ ഉള്ളൂ. നിയത്ത് വെച്ച് കുറച്ചു നേരം ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വീടിന്റെ മുന്നിൽ നിന്ന് കൊടുത്ത് ഷവറിന്റെ. അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താ? തെർത്തീബ് നിർബന്ധമാണ്. ഈ ഓർഡറിലായിരിക്കണം ചെയ്ത കാര്യങ്ങൾ. ഫലാ യസിഹു വുളുഉഹു ഇല്ലാ ബിത്തർതീബി. എന്ത് ചെയ്താൽ മതി? ഷവറിൽ തന്നെ ഒന്നു എടുക്കുക. അതെങ്ങനെ? ആദ്യം മുഖത്ത് ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് ഞാൻ വുളുവിനെ കരുതുന്നു എന്നുള്ള നിയത്ത് വെക്കുക. നിർബന്ധമായ വുളുവിനെ ഞാൻ ചെയ്യുന്നു. ഈ സുന്നത്തുകളൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ. എന്നിട്ട് നിർബന്ധമായ വുളുവിനെ കരുതുന്നു. അതിന് ശേഷം നേരെ കൈ കാണിച്ചു കൊടുക്കുന്ന, രണ്ട് കൈയും കാണിച്ച് കഴിയുന്നുണ്ട്. പിന്നെ ജസ്റ്റ് തല ഇങ്ങനെ തടവുന്നുണ്ട്. പിന്നെ ചെവി ഇതാക്കി തടവി, പിന്നെ നേരെ പോയി കാലും കാണിച്ചു കൊടുത്ത് വെള്ളമാക്കി. കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞത് പറ്റൂല എന്ന് പറഞ്ഞ ഏതാ? ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുളിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ വെള്ളം നിങ്ങളിപ്പോ പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന ഒരു 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിൽ പോയിട്ട് മുങ്ങുന്ന സമയത്ത് നിയത്ത് വെച്ചിട്ട് എണീക്കുമ്പോ വുളു കിട്ടുന്ന പോലെ കുളിക്കുന്ന ഒരാൾ കുറച്ചു നേരം ഇങ്ങനെ ഷവറിന്റെ ഉള്ളിൽ നിന്ന് നിയത്ത് വെച്ചുകൊണ്ട് കിട്ടൂല എന്നർത്ഥം. ഓർഡറിൽ തന്നെ ചെയ്യണം. വലോ ഗസല അഅ്ളാഅഹുൽ അർബഅത മഅൻ ലം തുഹ്സബ് ഇല്ലൽ വജ്ഹ. അപ്പൊ ഒരുത്തന് ഈ പറഞ്ഞ പോലത്തിൽ ഷവറിന്റെ നേരെ മുന്നിൽ നിന്നിട്ട് ഒരേ സമയത്ത് 4 അവയവം ഒരുമിച്ച് കഴുകുകയാണ് എന്ന് കൂട്ടിക്കോളി. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതേ പെടുള്ളൂ? വുളുവിന്റെ നിയത്തോടു കൂടെ 4 അവയവം ഒരുമിച്ച് കഴിയാല് മുഖം മാത്രമേ കഴുകിയതായിട്ട് പരിഗണിക്കുള്ളൂ. ഓരോന്നിന് ശേഷം കഴുകിയാലേ വുളു ആവുള്ളൂ.
ലം തുഹ്സബ് ഇല്ലൽ വജ്ഹ, മുഖം ഒഴികെ ഒന്നും കഴുകിയതായിട്ട് പരിഗണിക്കൂല. വലോ ഇൻഗമസ ബിനിയ്യത്തിൽ വുളൂഇ അജ്സഅഹു, ഒരുത്തൻ വെള്ളത്തിലേക്ക് മുങ്ങി, വുളൂവിന്റെ നിയ്യത്തോടുകൂടെ വെള്ളത്തിൽ മുങ്ങിയാൽ അവനിക്കത് മതി, വുളൂ കിട്ടി. വഇല്ലം യംകുസ് ഫിൽ ഇൻഗിമാസി യമനം യുംകിനു ഫീഹി തർതീബു, അത് ജസ്റ്റ് മുങ്ങി അങ്ങനെ തന്നെ മുങ്ങി, കുഴപ്പമില്ല, അത് മതി. ഒരാൾക്ക് ഓർഡർ പ്രകാരം ഒന്ന് കഴിഞ്ഞ് ചെയ്യാനുള്ള വുളൂ ചെയ്യാനുള്ള സമയം അത്ര നേരം ഒന്നും വെള്ളത്തിനുള്ളിൽ കിടന്നില്ല, മുങ്ങി, ആ മുങ്ങലിൽ തന്നെ പൊങ്ങി പോരുകയും ചെയ്തിട്ടുണ്ട്, മതി, നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. വലൗ അഹ്ദഫ വഅജ്നബ അജ്സഅഹുൽ ഗുസ്ലു അൻഹുമാ ബിനിയ്യതിഹി മിൻ ഗൈരി തർതീബിൻ ലിൻതിറാജിൽ അസ്ഗരി ഫിൽ അക്ബരി. ഒരുത്തന് ജനാബത്തുകാരനാണ്, അവനിക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം, ചെറിയ അശുദ്ധിന്ന് വലിയ അശുദ്ധിന്ന് അവനിക്ക് ശുദ്ധിയാവണം. അങ്ങനെയാണെങ്കിൽ അജ്സഅഹുൽ ഗുസ്ലു അൻഹുമാ, അവനിക്ക് കുളി ചെറിയ അശുദ്ധിയെയും വലിയ അശുദ്ധിയെയും തൊട്ടും മതിയാകുന്നതാണ്. ബിനിയ്യതിഹി, നിർബന്ധമായ കുളി ഉദ്ദേശിച്ചുകൊണ്ട് ഒരുത്തൻ കുളിച്ചു കഴിഞ്ഞാൽ അത് മതിയാവും, ആ കുളി കൊണ്ട് തന്നെ മതിയാകും, അവനിക്ക് പിന്നെ വുളു വേറെ എടുക്കേണ്ട ആവശ്യമില്ല. മിൻ ഗൈരി തർത്തീബിൻ, കുളിക്കുന്ന സമയത്ത് തർത്തീബ് ഒന്നും ആവശ്യമില്ലല്ലോ. ഒരുത്തൻ കുളിച്ചത് ആദ്യം എന്താണ് തല മൊത്തം ഞാൻ വെള്ളാക്കി, പിന്നെ മൊത്തം കാലെല്ലാം കഴുകിയിട്ടാണ് കൈ കഴുകിയത്, കുഴപ്പമില്ല. അവിടെ നിർബന്ധമായ കുളി കുളിക്കുന്ന സമയത്ത് അവിടെ വുളുവിന്റെ ആ അവയവങ്ങളുടെ ഓർഡറിൽ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. മറിച്ച് നിർബന്ധമായ കുളിയാണ് അവനിപ്പോൾ നിർവഹിക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് തന്നെ അവനിക്ക് കിട്ടുന്നതാണ്. കാരണം കുളിയിൽ എന്തില്ല, ഇന്ന് അവയവം ആദ്യം കഴുകണം എന്ന് പറയുന്ന നിബന്ധനയില്ല. ആ കാരണം കൊണ്ട് കുളി, ഒരാൾ നിർബന്ധമായ കുളി പൂർണ്ണമായി കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒളു എടുക്കേണ്ട ആവശ്യമില്ല, അവനിക്ക് അതോടുകൂടെ ഏത് കിട്ടി, ഉളുവും കൂടെ കിട്ടി എന്നർത്ഥം. കാരണം എന്താ, ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് വലിയ അശുദ്ധിനുള്ളിൽ പെടുന്നതാണ്, അത് തന്നെ കാരണം. ഈ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുത്തനിങ്ങനെ കുളിക്കുന്ന സമയത്ത് നിയത്ത് വെച്ച്, നിർബന്ധമായ കുളി കുളിക്കുന്ന സമയത്ത് നിയത്തോടുകൂടെ നിർബന്ധമായ കുളി കുളിച്ച്, ആ കുളിയുടെ അവസാന ഭാഗത്ത് പോയിട്ട് അവൻ്റെ ഗുഹ്യസ്ഥാനം മറ്റോ തൊട്ടിട്ടുണ്ട്, എന്നാൽ ആ ഇത് കിട്ടൂല, വുളു കിട്ടൂല, വുളു മുറിഞ്ഞതായിട്ട് പരിഗണിക്കും. അതേ സമയത്ത് ഓൻ നന്നായിട്ട് എന്താ പറയുക, സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഓന് എവിടെയും തൊടുന്നൊന്നുമില്ല, എന്നിട്ട് അവൻ നല്ല നിയത്ത് വെച്ചിട്ട് മുഴുവൻ എല്ലാ ഭാഗത്തും കഴുകി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ വീണ്ടും അവൻ പോയിട്ട് ഒളു എടുക്കൽ നമ്മളെ മദ്ഹബിൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അതെ, ജനാബത്ത് കുളിക്കാതെ കിട്ടുള്ളൂ. അപ്പൊ ഒളു എടുക്കേണ്ട ഒരുത്തം പോയിട്ട് കുളിച്ചാലും എനിക്ക് എന്ത് കിട്ടൂല, ഒളു കിട്ടൂല. കുളിയും കൂടെ നിർബന്ധമുള്ള ആൾക്കേ എന്ത് ചെയ്യുള്ളൂ, ഉളു അതിന്റെ ഭാഗമായിട്ട് കിട്ടുള്ളൂ. കാരണം നിർബന്ധമായ വലിയ ശുദ്ധിയെ തൊട്ടാണ് കുളിക്കുന്നവൻ, ജനാബത്തുകാരൻ എന്ത് ചെയ്യുന്നത്, കുളിക്കുന്നത്. അപ്പൊ ആ വലിയ ശുദ്ധി എന്ന് പറയുമ്പോൾ ചെറിയ ശുദ്ധി അതിൻ്റെ ഉള്ളിൽ വരുന്നതാ. അപ്പൊ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ശുദ്ധി പ്രത്യേകം ശുദ്ധിയാക്കേണ്ടതില്ല എന്നർത്ഥം എന്നതാണ് നമ്മളെ മദ്ഹബ്. സുന്നത്ത്, അതെ, അതാണ് സുന്നത്ത്, സുന്നത്താണത്. എന്ന് വെച്ച് ആ ഉളു കൊണ്ട് നമുക്ക് പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഭക്ഷണം കഴിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് സുന്നത്താണ് അത് ചെയ്യല്. അതിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്യാന്നല്ല. അപ്പോ ആ ഉളു വാലിഡ് ആയിട്ട് നമുക്കൊരു ഇബാദത്ത് ചെയ്യാനുള്ള വാലിഡിറ്റി ആ ഉളു കൊണ്ട് കിട്ടുന്നില്ല. മറിച്ച് അത് എന്ത് മാത്രമാണ്, നമുക്ക് ഇതുപോലെ ഭക്ഷണം കഴിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് തനി എന്താ പറയാ അശുദ്ധിയിലായിക്കൊണ്ട് ചെയ്യണ്ട എന്ന നിലക്കാണ് അത് സുന്നത്തായത്. ആ സമയത്ത് കുളിയോടുകൂടെ എനിക്ക് എന്ത് ചെയ്യും, പൂർണ്ണമായ വുളുവ് കിട്ടും. ആ വുളുവ് ചെയ്താലും ഇല്ലെങ്കിലും കുളിച്ചു കഴിഞ്ഞാലും എനിക്ക് വുളുവ് കിട്ടും. എന്ത് നിബന്ധനയോടുകൂടെ, അവന് കുളീന്റെ അവസാന ഭാഗത്ത് പോയിട്ട് അവന്റെ ഗുഹ്യസ്ഥാനത്തൊന്നും പോയി തൊടരുത്, അപ്പൊ പിന്നെ ആ വുളുവ് കൂട്ടൂല. ഇനി കുളിക്ക് പ്രശ്നമല്ല, ഗുഹ്യസ്ഥാനം പോയി സ്പർശിച്ചു എന്നതുകൊണ്ട് കുളീനെ ബാധിക്കൂല, അവന് വുളുവ് നിലനിൽക്കുന്നതിനെയാണ് അത് ബാധിക്കുക. ഇനി മസ്ഹുൽ ഖുഫൈനി, അപ്പൊ നല്ല പണി എന്ന് പറയുന്നത് അങ്ങനെ വുളുവും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്താണ്. ഇനി ജനാബത്ത് കുളിയാണെങ്കിലും അതിന് ആദ്യം മുന്നേ ഭക്ഷണമൊന്നും കഴിക്കാനില്ലെങ്കിലും ആദ്യം വുളു എടുത്തിട്ട് ആ ഭാഗം കഴുകിയിട്ട് കുളിക്കലാണ് സുന്നത്ത്. അപ്പൊ ഒരുത്തൻ ആ രൂപത്തിൽ ചെയ്ത് പിന്നെ ആദ്യം മുഖത്തൊക്കെ വെള്ളമൊക്കെ, സാധാരണ സോപ്പ് വെച്ച് കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ എന്താ എല്ലായിടത്തും സോപ്പൊക്കെ തേച്ച് അതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലോണം മുഖത്ത് ശരീരത്തിൽ വെള്ളമാക്കുന്ന സമയത്ത് എന്നേരം എന്താക്കുക,
നിയത്ത് വെക്കുക, നിർബന്ധമായ കുളീൻ്റെ നിയത്ത് വെക്കുക. ആ നിയത്ത് വെച്ചതിന് ശേഷം പിന്നെ പോയിട്ട് ഗുഹ്യസ്ഥാനം ഒന്നും സ്പർശിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ചിട്ടും ആ വലിയ ശുദ്ധി നീങ്ങുകയും ചെയ്യും, വുളു നിലനിൽക്കുകയും ചെയ്യും. പിന്നെ പോയി വുളു എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡൗട്ട് ക്ലിയർ അല്ലേ? ഇനി മസ്ഹുൽ ഹുഫൈനി, ഇനി പറയുന്നത് ഹുഫ തടവുന്നതിനെ പറ്റിയാണ്. ഹുഫ തടവുന്നതിനെ പറ്റിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. യജൂസുൽ മസ്ഹു അലൽ ഹുഫൈനി ഫിൽ വുളൂഇ. ചോദിച്ചോളി. ഇതിനകത്ത് എന്താ ചോദിച്ചേ? ഹുഫ എന്ന് പറഞ്ഞാലേ ഈ എന്താണ് നമ്മൾ പറയൂ, എങ്ങനെയാണ് അതിന്റെ നിബന്ധനകൾ ഇതൊക്കെ. അതായത് ഈ പണ്ട് കാലങ്ങളിൽ അറബികളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവർ ധരിക്കുന്ന ഒരു ഷൂ മോഡലുള്ള ഒരു സാധനമാണ് ഹുഫ എന്ന് പറയുന്നത്. പിന്നെ വെള്ളം, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമൊന്നുമില്ല, പുറത്തോട്ട് വെള്ളമാക്കിയാൽ പിന്നെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഈ തോല് കൊണ്ടും അതുപോലെയുള്ള ഉറപ്പുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവരത് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ വക്തിനും അത് ഊരിയിട്ട് ഒളു എടുക്കൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രയാസമാണ്. എന്ന നിലക്ക് ഹുഫ തടവിയാൽ മതി, അതിൻ്റെ ഉള്ളിൽ അത് ഊരിയിട്ട് കഴുകേണ്ടതില്ല എന്ന ഒരു ഇളവുണ്ട്. അത് ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയും. ഓക്കെ, നോക്കിക്കോളി. യജൂസുൽ മസ്ഹു അലൽ ഹുഫൈനി ഫിൽ വുളൂഇ. വുളൂഇല് ഹുഫ, രണ്ട് ഹുഫ തടവല് എന്ന് പറഞ്ഞാൽ വലത് കാലിന് ഇടത് കാലിന് ഹുഫ തടവല് മതിയാകുന്നതാണ്. ബദലൻ അൻ ഗസ്ലി രിജ്ലൈനി, കാല് രണ്ടും കഴുകുന്നതിന് പകരമായിട്ട് ഹുഫ തടവിയാൽ അത് മതിയാകും. ആർക്ക്? ലി മുസാഫിരിൻ, യാത്രക്കാരന്. ഏത് യാത്ര? ലി മുസാഫിരിൻ സഫറ ഖസ്റിൻ. സഫറ ഖസ്റിൻ, ഖസ്റിന്റെ ദൂരം ഉണ്ട് എന്ന് വെച്ചാൽ 132 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, അവനിക്കാണ് ഈ ഹുഫ തടവൽ ജായിസ് ആവുക. എന്ന് വെച്ചാൽ കാല് മുഴുവനായും തടവാതിരിക്കലും എനിക്ക് ജായിസാണ്. സലാസത്ത് അയ്യാമിൻ വലയാലിയഹുന്ന, ഒരുത്തൻ 10 ദിവസം യാത്ര ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പറ്റുമോ? അതില്ല. 3 ദിവസവും 3 രാത്രി 3 പകലും ഒരു തടവലിൽ എന്ത് ചെയ്യും? പോകും. അപ്പോൾ 10 ദിവസം യാത്ര ചെയ്യുന്നവൻ എന്താ ചെയ്യണ്ടേ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഹുഫ ഇടലില് 3 ദിവസം ഇതേപോലെ തടവുക. 3 ദിവസം 3 രാത്രി പകലായി കഴിഞ്ഞാൽ പിന്നെയുള്ള വുളുവിനോ നേരം എന്ത് ചെയ്യുക? ഊരിയിട്ട് വൃത്തിയിട്ട് കഴുകിയിട്ട് തന്നെ വുളു എടുക്കുക. പിന്നെയും 3 ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാത്ര പിന്നെയും തുടരുന്നതാണെങ്കിൽ ആ യാത്ര തുടരുന്ന അത്രയും സമയം എനിക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഹുഫ തടവാം. വലിൽ മുഖീമി, മുഖീമിനിക്ക് പറ്റും യൗമൻ വലൈലത്തൻ, ഒരു രാത്രിയും ഒരു പകലും പറ്റും. ഒരു രാത്രിയും ഒരു പകലും. ഒരുത്തൻ യാത്ര ചെയ്തിട്ട്, ദീർഘയാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രാത്രിയും ഒരു പകലും ഹുഫ തടവാൻ പറ്റും. എന്നുവെച്ചാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നർത്ഥം. വബ്തിദാഉൽ മുദ്ദത്തി മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമാ. അപ്പോൾ ഈ ഒരു രാത്രി പകലൊക്കെ എത്ര ആയിട്ട് എങ്ങനെ കണക്കാക്കുക? അത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, സമയം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമാ, ഒരുത്തൻ ഹുഫ ധരിച്ചിട്ട് ആദ്യമായിട്ട് ഓനിക്ക് അശുദ്ധി വരുന്നപ്പ, അവന്റെ വുളു നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ആ സമയം മുതലാണ് സമയം കണക്കാക്കുക. അപ്പൊ ആ സമയം മുതൽ ഓൻ അത് ധരിച്ച് വുളുവൊക്കെ എടുത്ത് അത് ധരിച്ച് പിന്നെ ആദ്യമായിട്ട് അവന്റെ വുളു പോകുന്ന സമയം മുതൽ ആണ് ഈ പറഞ്ഞ രൂപത്തിൽ യാത്രക്കാരനാണെങ്കിൽ 3 രാത്രി 3 പകലും, ഇനി യാത്രയുടെ ഇടയിൽ താമസിക്കുന്ന മുഖീമാണെങ്കിൽ ഓനിക്ക് ഒരു രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞത്, അത് തുടങ്ങുന്നത് ആദ്യമായിട്ട് ഇത് എന്താ പറയാ, ഹുഫ പിന്നെ ധരിച്ചതിന് ശേഷം അശുദ്ധിയായ സമയം മുതലാണ്. വയജിബു നസ്ഉഹ അനിൽ ഹദസിൽ അക്ബരി, അതേ സമയത്ത് വയജിബു നസ്ഉഹുമാ, ഹുഫ രണ്ടും മര്യാദയ്ക്ക് ഊരിയിട്ട് തന്നെ കഴുകണം. അനിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ. വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കോലത്തിൽ തടവിയത് കൊണ്ട് മതിയാകൂല. ഇന്നത്തെ കാലത്ത് ഈ ഹുഫാന്റെ വിഷയം നമുക്കത്ര ബാധിക്കുന്ന ഒരു കേസല്ല. കാരണം എന്ന് പറഞ്ഞാല് അവരന്ന് അറബികള് ഈ സാധനം തീരെ ഊരൂല, കാൽമ തന്നെ ഇട്ട് നടക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഷൂസ് പോലത്തെ സാധനമല്ല,
ഷൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉറങ്ങുമ്പോൾ കട്ടുമുക്കും കയറ്റി കൊണ്ടുപോകില്ലല്ലോ, കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യൂലല്ലോ. ഇവരുടെ അത്രയും ആ ഒരു രൂപത്തിലുള്ള നൈസായിട്ടുള്ള സാധനമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രയാസം ഇല്ല, വൃത്തിയായി എന്താ പറയാ നല്ല രൂപത്തിൽ തന്നെ ഊരിയിട്ട് ഷൂ കൊണ്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചില ആളുകളുണ്ട് ഈ ഹുഫയാണെന്ന് വിചാരിച്ചിട്ട് ഈ ഷോക്സിന്റെ മുകളിൽ തടവിയിട്ട് വുളു കഴിച്ചലാക്കുന്ന പരിപാടി. അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് യാത്രക്കാർ പോലും അല്ലാത്ത ചില അറബികൾ വിവരമില്ലാതെ അങ്ങനെ ചെയ്യലുണ്ട്. രണ്ട്, ഇനി ഷോക്സ് തന്നെ ഒരു ഹുഫയായിട്ട് പരിഗണിക്കാൻ പറ്റൂല. കാരണം ഹുഫ എന്നുള്ളതിന്റെ ശുറൂത്തുകളാണ് എപ്പോഴാണ് ഒരു ഹുഫയാവുന്നത് എന്നാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോ അതില് പിന്നെ ഷോക്സ് പെടുവില്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പൊ ഹുഫന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഹുഫയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഒന്ന്, വശുറൂത്തുഹു ലുബ്സുഹുമാ അലാ തുഹ്രിൻ കാമിലിൻ. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പൂർണ്ണമായി വുളുവും വലിയ എന്താ പറയാ വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധി എല്ലാം ഉള്ള അവസ്ഥയിൽ വേണം അവൻ എന്ത് ചെയ്യേണ്ടത്, അത് ധരിക്കേണ്ടത്. അതിനുശേഷം വുളു എടുത്തിട്ട് കാര്യമില്ല. സത്രുഹുമ മഹല്ലൽ ഫർദി. മഹല്ലുൽ ഫർദ് നിർബന്ധമായി അതായത് ഈ കാല് കഴുകേണ്ട ഭാഗങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോ ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അത് മുഴുവനായിട്ടും കവർ ചെയ്യുന്നതായിരിക്കണം. അപ്പോ അടിഭാഗം മാത്രം കുറച്ചിങ്ങനെ എന്താ പറയുക കവർ ചെയ്തിട്ടുള്ള ആ ഭാഗമാണെങ്കിൽ അതിനെപ്പറ്റി ഹുഫ എന്ന് പറയൂല. ആ ഞെരിയാണിയുടെയും മുകളിലേക്കായിട്ട് ഇത് കവറിങ് വരണം, എന്നാലേ ഇത് ഹുഫയായിട്ട് പരിഗണിക്കുള്ളൂ. മൂന്നാമത്തത് ത്വഹാറത്തുഹുമ അനിൻ നജസി. നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. ഹുഫ രണ്ടും നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. നടത്തത്തിന്റെ ഇടയിൽ നജസിലെവിടെയും പോയി ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പിന്നെ തടവിയാൽ മതിയാകൂല. മൻഉഹുമാ നുഫൂദൽ മാഇ ഇല രിജ്ലി. മൻഉഹുമാ അത് രണ്ടും തടയണം. നുഫൂദൽ മാഇ വെള്ളം ഇറങ്ങുന്നതിനെ ഇല രിജ്ലി കാലിലേക്ക്. ഈ ഷർത്ത് ശ്രദ്ധിച്ചോളി. ഷോക്സ് അതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ കാലുമിലെത്തോ ഇല്ലയോ? എത്തും. അങ്ങനെ ആകുമ്പോൾ അത് ഹുഫയായിട്ട് പരിഗണിക്കോ പറ്റൂല. കാരണം ഹുഫാന്റെ നാലാമത്തെ ഷർത്ത് എന്താ? മൻഉഹുമാ നുഫൂദൽ മാഇ ഇല രിജ്ലി. കാലിലേക്ക് വെള്ളം ചേരുന്നതിനെ, വെള്ളം ഇറങ്ങുന്നതിനെ അത് തടയണം ഹുഫ. അങ്ങനെ ഇത് തടയൂലാലോ. അപ്പൊ അത് ഷോക്സ് ഒരിക്കലും ഹുഫയല്ല. എന്തുകൊണ്ട്? ഷോക്സിന്റെ മുകളിൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ നേരെ ആ കാലുമിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ. അഞ്ചാമത്തെ നിബന്ധന ഇംകാനു തറദ്ദുദി ഫീഹിമാ ലിൽ ഹാജാത്തി. അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ആവശ്യത്തിന് നടക്കാനൊക്കെ കഴിയണം. അങ്ങനത്തെ സാധനത്തിന് ഹുഫ എന്ന് പറയുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റൂല, മര്യാദയ്ക്ക് നടക്കാൻ പറ്റൂല. അങ്ങനത്തെ സാധനത്തിനെ പറ്റി ഹുഫ എന്ന് പറയാൻ പറ്റൂല. അപ്പോ ഈ പറഞ്ഞ നിബന്ധനകളുള്ള സാധനം ധരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഹുഫ എന്ന് പറയും. അങ്ങനെ ധരിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാരനിക്ക് 3 ദിവസവും, യാത്രയുടെ ഇടയിൽ വിശ്രമിക്കുന്ന മുഖീമിനിക്ക് 1 ദിവസവും തടവ് ഈ കാല് ഞെരിയാണിയോടുകൂടെ കഴുകുന്നതിന് പകരമായിട്ട് അതിന്റെ മുകളിൽ തടവിയാൽ മതിയാകും. വഅഖല്ലുഹു മസ്ഹുൽ ബഅദി മിൻ അലാഹുമാ. ഇതിന്റെ ചുരുങ്ങിയ തടവൽ എങ്ങനെ? അഖല്ലുഹു മസ്ഹുൽ ബഅദി മിൻ അലാഹുമാ. അതിന്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് അല്പം കഴുകിയാൽ മതി. മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഈ കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള കവർ ചെയ്ത ഭാഗം തടവിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ്. ഇനി അതിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? വഅക്മലുഹു മസ്ഹു അഅലാഹുമാ വഅസ്ഫലിഹിമാ മറത്തൻ ഖുതൂതൻ ബിഅൻ യമുറ യദഹുൽ യുംനാ ഫിൽ അഅലാ മിൻ അത്റാഫിൽ അസാബിഇ ഇലാ സാഖിഹി വയദഹുൽ യുസ്റാ ഫിൽ അസ്ഫലി മിനൽ അഖിബി ഇലാ അത്റാഫിൽ അസാബിഇ. ഉദാഹരണത്തിന് കാണിച്ചു തരാന്, ഇതിപ്പോ ഹുഫയാണെന്ന് കരുതുക. ഈ കാണുന്നത് ഹുഫയാണെന്ന് കരുതുക. ഒരാളെ കാലുമ്പിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇതാണ് വിരലിന്റെ ഭാഗം എന്ന് കൂട്ടിക്കോളി. ഇതാണ് വിരലിന്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ പിന്നെ വലത് കൈ കൊണ്ട് തടവേണ്ടത് ഏതാണ്? ഈ വിരലിന്റെ ഭാഗം മുതൽ ഇങ്ങനെ മേലോട്ട് വലത് കൈ കൊണ്ട് തടവുക. ഇങ്ങനെ കാലിന്റെ ഇങ്ങോട്ടേക്ക്, ഈ ഞെരിയാണിന്റെ ഭാഗത്തേക്ക്, മുകളിലെ ഭാഗത്തേക്ക് കൈയിന്റെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ തടവുക. ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുക? ഇതിന്റെ അടിഭാഗവും തടവുക. ഇടത് കൈ കൊണ്ട് അടിഭാഗവും തടവുക. ഇതാണ് ഇതിന്റെ രൂപം. വഅക്മലുഹു മസ്ഹു അഅലാഹുമാ വഅസ്ഫലിഹിമാ മറത്തൻ ഖുതൂതൻ. മുകൾ ഭാഗവും അടിഭാഗവും പിന്നെ ഖുതൂതൻ നീളത്തിൽ എന്ത് ചെയ്യുക? കഴുകുക, തടവുക. ബിഅൻ യുമിറ യദഹുൽ യുംനാ ഫിൽ അഅലാ മിൻ അത്റാഫിൽ അസാബിഇ ഇലാ സാഖിഹി. തണ്ടൻ കാല് വരെ വിരലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവുക.
പിന്നെ വയദഹുൽ യുസ്ര, അവന്റെ ഇടത് കൈ എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ചുകൊണ്ടാണ് കഴുകുക. ഫിൽ അസ്ഫലി, അടിഭാഗത്ത്, ഇങ്ങനെ അക്കിബി ഇല അത്രാഫിൽ അസാബി, ഇത് പിന്നെ കാല നൂട്ടിയാല് ഇതിന്റെ അടിഭാഗത്ത് നിന്ന്, അതായത് ഈ മടമ്പുണ്ടല്ലോ, മടമ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട്, അപ്പോ അടിഭാഗത്ത് ഓപ്പോസിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടും വിരലിന്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടും ഇങ്ങനെ പോകണം. അക്കിബിന്റെ മടമ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വിരലിന്റെ ഭാഗത്തേക്കും വരണം. ഇങ്ങനെയാണ് ഹുഫ തടവേണ്ടത്. ഹുഫ തടവേണ്ടത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? ആർക്കാണ് തടവേണ്ടത്, എപ്പോഴാണ് അത് അനുവദനീയമാകുക, ഹുഫയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഹുഫ തടവുന്നതിനെ പറ്റി? അപ്പൊ ആരെങ്കിലും ആ ഉം ഉം മലമൂത്ര വിസർജനത്തിന് പോണം. പറ്റും പറ്റും. പക്ഷെ നജസായിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളയണം. അവിടെ വെച്ച് കൊണ്ടുനടക്കാൻ പറ്റൂല. ഹുഫ എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം അത് പിന്നെ തുണി രൂപത്തിലുള്ള സാധനമല്ല. അത് നമ്മളെ എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള പുറത്തുകൂടി കൈ കഴിഞ്ഞാൽ അങ്ങ് പോകുന്ന രൂപത്തിൽ, കാലുമ്പ് വെള്ളം തട്ടാത്ത ആ രൂപത്തിലുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് പിന്നെ എന്താ പറയാ, ധരിക്കുന്നത് കൊണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും അതിനുശേഷം പുറത്ത് കഴുകിയാൽ മതി. ഇനി എന്ത് നജസായാൽ തന്നെ അതിനുശേഷം പിന്നെ ഉളു എടുക്കുന്ന സമയത്ത് അവിടെ തടവിയാലും മതി. വിവരമില്ലാത്തതുകൊണ്ടാണ്. ഹുഫ് എന്താണ് കറക്റ്റ് പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഹുഫയുടെ നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഇത് കാലിനെ ഞെരിയാണിയുടെ മുകളിൽ വരെ കവർ ചെയ്യുന്ന ഒരു സാധനമാവണം. ഇതിലിപ്പോ ഷോക്സ് എങ്ങനെ കവർ ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ ഇപ്പൊ ഉള്ള ചെറിയ ഷോക്സുകൾ ഉണ്ടല്ലോ, അടിഭാഗം മാത്രമല്ല, ആ ഭാഗം എല്ലാം കവർ ചെയ്യുന്നില്ല എന്ന പ്രശ്നം അതിനുണ്ട്. രണ്ട്, പിന്നെ അത് മാത്രമല്ല, ഹുഫ ആവണമെങ്കിൽ വെള്ളം കാലുമിലേക്ക് കയറുന്നതിനെ തടയുന്ന സാധനമായിരിക്കണം. ഈ ഷോക്സിന്റെ മുകളിൽ കൂടി വെള്ളം ഒഴിച്ചാൽ കാലുമിൽ വെള്ളത്തൂലേ, അത് തുണിയല്ല സാധനം, പിന്നെ എങ്ങനെയാണ് അത് ഹുഫ ആവുക? അതേ സമയത്ത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രൊഡക്റ്റ് അത് ഈ ഷോക്സ് പോലെ തന്നെ നിൽക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാലുമിൽ വെള്ളം ആവില്ല, എന്നതിനെ പറ്റിയിട്ട് ഹുഫ എന്ന് പറയാം. ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഹുഫ എന്ന് പറയാം. ഇതാണ് ഹുഫ തടവുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് വുളുവിന്റെ സുന്നത്തുകളാണ്. വുളുവിന്റെ സുന്നത്തുകൾ നമുക്കിപ്പോ ഇനി ചർച്ച ചെയ്യാൻ സമയമില്ല. അപ്പോ ഇന്ന് നമ്മൾ ടോട്ടൽ പറഞ്ഞ എന്തൊക്കെയാ, ഇന്ന് എന്തൊക്കെ ചർച്ച ചെയ്തു? ഹുഫ തടവുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ മുഖം കഴുകുന്നതിനെ പറ്റി പറഞ്ഞു. എന്താണ് മുഖം, അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മുട്ടോടുകൂടെ കൈ കഴുകണം. പിന്നെ തല അല്പം തടവിയാൽ മതി. എന്നാൽ അതിന്റെ സുന്നത്തായ രൂപം നമ്മൾ പറഞ്ഞു, ഈ രൂപത്തിൽ തന്നെ തടവലാണ് സുന്നത്ത്. ഈ രൂപത്തിൽ തന്നെ തടവലാണ് സുന്നത്ത്. മുടി നീളം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകണം. പിന്നെ കാലുക, ഇതിലൊക്കെ എന്ത് ചെയ്യണം, ക്രമബദ്ധമായിട്ട് ചെയ്യണം. പിന്നെ നിയത്തോടുകൂടെ മുങ്ങിക്കഴിഞ്ഞാൽ വുളു കിട്ടും എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.